ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓർക്കിഡുകളെ പറ്റി പറയാം. ഇതൊരു ഫെലനോപ്സിസ് ഓർക്കിഡാണ്. ഇതുണ്ടാകാൻ തുടങ്ങിയിട്ട് 5-6 മാസങ്ങളായി. ആദ്യം ഒരു സ്പൈക്ക് വന്നിട്ട് അതിൽ 3 മാസത്തോളം പൂക്കൾ നിൽക്കും. അത് കഴിയുമ്പോൾ അത് കൊഴിയും. പിന്നെ അതിൻ്റെ അറ്റത്ത് നിന്ന് പിന്നെയും മുട്ടുകളുണ്ടായി പിന്നെയും പൂക്കളുണ്ടാവും. അങ്ങനെ ഇത് 4 തവണയായിട്ടാണ് പൂക്കളുണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും സ്പൈക്കിൻ്റെ നീളം കണ്ടോ, 3 തവണയായിട്ട് ഇതിലും പൂക്കളുണ്ടായിട്ടുള്ളതാണ്. ആദ്യം കുറച്ച് പൂക്കളുണ്ടാകും, അത് കൊഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നേക്കും അതിൻ്റെ അറ്റത്തു നിന്നും മുട്ടുകളുണ്ടായി പിന്നെയും പൂക്കളുണ്ടാവും. അങ്ങനെ ഒരു സ്പൈക്കിൽ നിന്ന് തന്നെ പിന്നെയും പിന്നെയും പൂക്കളുണ്ടാവും. ഇത് ചെറിയ പൂക്കളുമാണ്, ചെറിയ ചെടിയുമാണ്, മിനിയേച്ചർ ടൈപ്പാണ്. ഇത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഇതിലേം പൂക്കളാണ്, എപ്പോഴും പൂക്കളാണ്. അല്ലെങ്കിൽ മുട്ടുകൾ കാണും ബാക്കിയുള്ളവ കൊഴിയുമ്പോൾ. ഇത് വേറൊരു ഡെൻഡ്രോബിയാണ്. അതിലാദ്യം പൂക്കളുണ്ടായതാണ് ചെറിയൊരു സ്പൈക്കിൽ. അതും കൊഴിയാറായപ്പോൾ വേറെ 2 സ്പൈക്കുകൾ കൂടി ഉണ്ടായി വന്നു. ഒന്നിൽ 3 എണ്ണവും പിന്നെ വലിയൊരു സ്പൈക്കിൽ 11 പൂക്കളുമുണ്ട്. എല്ലാം വിരിഞ്ഞിട്ടില്ല. ഇത് വേറൊരു പ്ലാന്റാണ്. ഇതിലും 10-11 മുട്ടുകൾ പതുക്കെ വിടന്നു വന്നതാണ്. ചെറുതായിരുന്നത് അതെല്ലാം ഉറുമ്പുകൾ തിന്ന് നശിപ്പിച്ചതാണ്. പിന്നീട് ആ ചെടിയിൽ തന്നെ വേറെ ഷൂട്ടുകളിൽ ഇതുപോലെ തൈകളുണ്ടായി വന്നിരിക്കുകയാണ്. സാമാന്യം വലുതായിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് മാറ്റി നട്ടാൽ വേറെ പ്ലാന്റായിട്ട് വളർന്നു വരും. കുറച്ചാളും കൂടി ഇതിനകത്ത് തന്നെ നിന്നാൽ പെട്ടെന്ന് പൂക്കളുണ്ടാകും. അതേപോലെ തന്നെ ഈ ഡെൻഡ്രോബിയത്തിലും മറ്റതിൻ്റെ ഒപ്പം സ്പൈക്ക് ഉണ്ടായതാണ്. അതുണ്ടായി കുറച്ചൊന്ന് വളർന്നപ്പോഴത്തേനും കാക്കകൾ വന്ന് കൊത്തി തിന്നതാണ്, ഒടിച്ചു കളഞ്ഞതാണ്. ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. എല്ലാ ആഴ്ചകളിലും MBK 19-19 ഒഴിച്ചു കൊടുക്കും. പൂക്കളുണ്ടാകാറായ പ്ലാന്റ്സിനെല്ലാം നാനോ DAP, ഇത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. ഇത് 2-3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓർക്കിഡുകളുടെ ഇലകളിലും ഇലകൾക്കിടയിലും തണ്ടുകളിലും വേരുകളിലും എല്ലാം ചുവട്ടിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നല്ലൊരു ബൂസ്റ്ററാണ്. ഒറ്റ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഇതിൽ സ്പൈക്കുകൾ വന്ന് കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ.